ഹലോ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ 2026 എൻ്റെ ഫസ്റ്റ് ഒരു വീഡിയോ ആണ്. അതൊരു കുക്കിംഗ് തന്നെ സ്റ്റാർട്ട് ചെയ്യാന്ന് കരുതി കേട്ടോ. വേറൊന്നുമില്ല, ചിക്കൻ കറിയാണ്. അപ്പോൾ ചിക്കനാണ് കയ്യിലുള്ളത് കേട്ടോ. പുതിയൊരു വർഷമായതുകൊണ്ട് കാലത്തിന് അമ്പലത്തിൽ പോയി വന്നു കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കൽ കഴിഞ്ഞിട്ടാണ് ചിക്കൻ കറി ഉണ്ടാക്കാന്ന് കരുതിയത്. അങ്ങനെ ചിക്കൻ കറിക്കുള്ള എല്ലാ സംഭവങ്ങളും കാലത്ത് തന്നെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. ചട്ടി ചൂടാക്കി നമ്മളുടെ ഇഞ്ചിയും പേസ്റ്റും ചതച്ചത് അങ്ങോട്ട് ഇട്ട് ഇളക്കി അങ്ങോട്ട് കൊടുക്കേണ്ട ആദ്യം ചെയ്ത്. അതിനാ റോസ് സ്മെല്ല് മാറിയിട്ടാണ് കേട്ടോ ബാക്കിയുള്ളൊക്കെ ഇടുന്നത്. കുക്ക് ചെയ്യാൻ ഇഷ്ടമാണെന്ന് ചോദിച്ചാൽ കുക്ക് ചെയ്യാൻ ഇഷ്ടമാണ് കേട്ടോ. ചെറുപ്പത്തിൽ അമ്മ ജോലിക്കൊക്കെ പോകണ നേരത്ത് അമ്മ ഇങ്ങനെ ഓരോ പണിയും പറഞ്ഞു വെക്കുന്നുണ്ടാവും കേട്ടോ. അപ്പം അമ്മ പോയി വരുമ്പോഴേക്കും അമ്മയ്ക്ക് ആ എല്ലാ പണിയും ചെയ്ത് സർപ്രൈസ് ആക്കുന്നതായിരുന്നു എൻ്റെ ഒരു ഹോബി. അങ്ങനെ പണികളെല്ലാം ചെയ്ത് ഞാൻ സെറ്റ് ആക്കാറുണ്ട് ചെറുപ്പത്തിൽ. ഉള്ളി വഴറ്റാൻ വെച്ച നേരത്താണ് കേട്ടോ ചിക്കൻ കഴുകുന്നത്. ചിക്കൻ കഴുകുക പറഞ്ഞാൽ ആദ്യം 3-4 പ്രാവശ്യം വെറുതെ കഴുകും, പിന്നെ ഓരോന്നോരോന്ന് എടുത്ത് കഴുകും, പിന്നെ 2 പ്രാവശ്യം കഴുകും. ഇങ്ങനെയൊക്കെയായിട്ട് ഞാൻ ചിക്കൻ കഴുകുക. ചിക്കൻ കഴുകി മാറ്റി വെച്ചതും തേങ്ങ ചിലവാണ് കേട്ടോ. തേങ്ങ നമ്മളുടെ ചിക്കൻ കറിക്ക് വേണ്ടിയിട്ട്. പിന്നെ എനിക്ക് ഈ പൊടികളെല്ലാം ഇങ്ങനെ സെപ്പറേറ്റ് പാത്രത്തിൽ ഇട്ടിട്ട് ഇങ്ങനെ വഴറ്റിയെടുത്താലാണ് എൻ്റെ തൃപ്തിയാവുക. അല്ലെങ്കിൽ എൻ്റെ ചിക്കൻ കറിക്ക് ഒരു കളറുണ്ട് വരില്ല കേട്ടോ. അങ്ങനെ ആ മസാലയും തേങ്ങാപ്പാലും ഒക്കെ ഒഴിച്ച് നമ്മളുടെ ആ ഒരു ഉള്ളി ഇങ്ങോട്ട് ഈ ഒരു പേസ്റ്റ് പരുവത്തിലാക്കി ചിക്കൻ ഇട്ടുകൊണ്ട് ഇളക്കി കൊടുത്തു കേട്ടോ. പിന്നെ വെള്ളമൊന്നും ഒഴിക്കില്ലേ, നമ്മൾ ഡ്രൈ റോസ്റ്റ് പോലെയാണ് കേട്ടോ നമ്മുടെ ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. ഉണ്ണിക്കുട്ടൻ എന്നെ ശല്യം ചെയ്യാൻ വേണ്ടിയിട്ട് അതിനിടയിൽ കൂടെ ചായ വെക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. 2 ദിവസമായി ചായ വെക്കാമെന്ന് പറഞ്ഞു കൊടുത്താണ്. പിന്നെ ഇപ്പം എപ്പോഴും ചായ കൂടി ഉണ്ണിക്കുട്ടന്. ഉണ്ണിയോട് നിന്ന് പറയുന്നത് നമ്മുടെ വീഡിയോ കണ്ടാൽ മാത്രം പോരെ, ലൈക്കും കൂടി ചെയ്യട്ടോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ അടുത്ത്. കുക്ക് ചെയ്താൽ മാത്രം പോരല്ലോ, പാത്രങ്ങളോട് കുനിഞ്ഞു കൂടില്ലേ. അപ്പം അതങ്ങനെ കഴുകി വെക്കാട്ടോ. ചിക്കൻ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ പോയി ഇളക്കും, പിന്നെ ബാക്കി പാത്രങ്ങൾ ഇങ്ങനെ കഴുകും. അതാണ് ഈ ചെയ്യുന്നത്. ഏകദേശം നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ട് വേണ്ടി മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഇട്ട് കൊടുത്തിട്ടുണ്ട് തോന്നുന്നു. അതിന് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി ഇങ്ങനെ അത് എണ്ണ ഇങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ ചിക്കൻ കറി പാകാവുക. പിന്നെ ഞാൻ സൈഡിൽ കൂടെ ഇങ്ങനെ ചപ്പാത്തി പരത്തുണ്ടല്ലോ, അത് എനിക്ക് തന്നെയാണ് കേട്ടോ. ചെറിയ ഡയറ്റൊക്കെ ഉണ്ട്. അപ്പം ചിക്കൻ കറി ആകുമ്പോൾ പിന്നെ ഉച്ചയ്ക്ക് അത് കഴിക്കാമെന്ന് കരുതിയിട്ടാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും നമ്മുടെ വീഡിയോ കാണുമ്പോൾ കമൻറ്റുകളും സജഷൻസുകളും എന്താ വെച്ചാൽ നമുക്ക് കമൻറ്റ് ചെയ്ത് അയച്ചോളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.